സൈജു ഞാനും 20 വർഷം മുമ്പാണ് ഈ ഒരു ജേർണി തുടങ്ങിയത് into Malayalam cinema. In fact, we haven't reached that day yet. It's in November. And very happy to be here. Thank you all for coming. ഈ 20 വർഷത്തിൻ്റെ ഒരു journey has been amazing, and it's always been a challenge to win the hearts of Malayali audience, right? അപ്പം ഇന്ന് ഈ ഒരു occasionൽ I just want to say that I'm very happy to be a small part of this project. And I'll go back to the inception of it because ആദ്യമായി ലിജീഷ് വെച്ചിട്ടാണ് ഇത് തുടങ്ങേണ്ടത്, because ലിജീഷ് who is the writer of this film, I know him for a few years now, and ലിജീഷിൻ്റെ ചിരി എന്നും ഒരു തവണ ലിജീഷിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളും ലിജീഷിൻ്റെ ചിരി മറക്കില്ല. ലിജീഷിൻ്റെ പേര് മറക്കുമായിരിക്കും, പക്ഷെ ചിരി മറക്കും. ഇറ്റ്സ് എ ട്രാപ്പ്, ഇറ്റ്സ് എ ലുക്കി ട്രാപ്പ്. സോ ലിജീഷ് എന്നെ വിളിച്ച് പറയാണ്, ഞാനൊരു കഥ പറയാം, ആ കഥ കേട്ടതിന് ശേഷം വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു, നിങ്ങളാദ്യം കഥ പറഞ്ഞു. ലിജീഷ് ഇസ് എ ബ്യൂട്ടിഫുൾ റൈറ്ററാണ്, ഒരുപാട് നോവൽസ് എഴുതിയിട്ടുണ്ട്, സിനിമകൾക്ക് കഥ ഐഡിയേറ്റ് ചെയ്തിട്ടുണ്ട്. I would call him an expressionist, and expressionist's exact definition നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ please go and yes, check the dictionary. He is an expressionist, and did I fall for it? ഞാൻ മാത്രമല്ല, കഥ നെറേറ്റ് ചെയ്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. And then at the end of it ഞാൻ പറഞ്ഞു, എന്നെ കഥ കേട്ടിട്ട് വേണ്ടാന്ന് പറയാൻ തോന്നില്ലല്ലോ ലിജീഷേ എന്ന് പറഞ്ഞു. ഈ കഥയിൽ ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് സസ്പെൻസ്. ആമിർ വിൽ ഡെഫിനറ്റ്ലി നോട്ട് വോണ്ട് മീ ടു സേ എനിത്തിങ് അബൌട്ട് ഇറ്റ്. എല്ലായിടത്തും മിണ്ടിപ്പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ന്യൂ ജെൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാകാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ലെറ്റ്സ് റീലോഞ്ച് ജോമോൻ. ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ആൻഡ് ദി എൻറ്റയർ കാസ്റ്റ്. Saiju, of course, is there, but Siddiqa, very happy to be working with you again. So many familiar faces. I worked with Shaji, who's the cameraman for our film. Inna Shaji apne illa. Liston, thank you so much for being here and doing the launch of Studio Outsiders. Wishing you all the very best. The challenge of being at the helm of production is not a small feat. It's a big one, but I assure you that we are all in this together and we'll make it a beautiful journey. I just wanna, I guess that's about it. വേറെ ഒന്നുമില്ല പറയാൻ. ആമിറിൻ്റെ വേറെ പ്രോജക്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. I've seen your work and I hope we are able to ഈ സിനിമയുടെ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ആക്ച്വലി ഈ സിനിമയുടെ കഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് മെയിൻ USP. സോ തീർച്ചയായിട്ടും നല്ലൊരു സിനിമ സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് ബോൺസ് ഒരുപാടുണ്ട്. ആമിറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന നല്ല മനസ്സുള്ള കൊലീഗ്സ് ഈ ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉണ്ട്. സോ ഐ എം ഷുവർ ദാറ്റ് ദിസ് ഫിലിം വിൽ നോട്ട് ജസ്റ്റ് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ് എന്നുള്ള പേരുള്ളത് കൊണ്ടാണ് I'm like okay, it's gonna it's not just what, when you say the word outsiders, it just brings me. ഞാനിപ്പോൾ 2 വർഷമായിട്ട് I have been an outsider because I've been focused fully in തമിഴ് സിനിമ. 2 തമിഴ് സിനിമ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം ഈ വർഷം ഒരു ഫ്യൂ മന്ത്സ് അഗോ ആണ് ഞാൻ എൻ്റെ 2ാമത്തെ തമിഴ് സിനിമ ഫിനിഷ് ചെയ്തത്. ആൻഡ് ഐ വാസ് ജസ്റ്റ് ഹോപ്പിംഗ് ദാറ്റ് ഈ വർഷം തീർച്ചയായിട്ടും വീണ്ടും ഞാനൊരു ഇൻസൈഡർ ആവണം. അപ്പോഴാണ് ഇതുപോലെ ഒരു കഥ, ഒരു നല്ലൊരു കഥയുമായിട്ട്, നല്ല കഥ തന്നെ വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ലിജീഷ് നല്ലൊരു കഥയായിട്ട് മുന്നോട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഈ വർഷം തന്നെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും without being vacant from Malayalam screen for a long time. I'm very happy to be a part of this project. അപ്പം ഔട്ട്സൈഡ് ഉള്ള ആൾക്കാരെ അപ്പീൽ ചെയ്യാൻ ആസ് മലയാളം സിനിമ is doing really really well വളരെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു ധാരണ. ബിക്കോസ് ഇൻസൈഡേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ നമ്മുടെ മലയാളീസിനെ കൊണ്ട് മലയാള സിനിമ ഇഷ്ടപ്പെടിപ്പിക്കാൻ ശരിക്കും ഈസി അല്ല. സോ our audience ഏറ്റവും ക്രിട്ടിക്കലാണ് of our stories, of our acting, and this is what makes us excel and cross boundaries. So I hope all you new gen kids who are sitting out here, I wish you all the very best. Either let it be a mark in your career, let it be a huge leap. Wishing you all the very best from the bottom of my heart, and let's rock this film Prem Pata. Okay, handing over the mic to Saiju. You have one. രഞ്ജിനി എൻ്റെ ബാഡ്മിൻ്റൺ പട്ടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് CBAയിൽ
കളിച്ചായിരുന്നു. ഞാൻ സെലക്ഷന് പോകാത്തത് കൊണ്ട് എന്നെ അവർ സെലക്ട് ചെയ്തു. പോയിരുന്നെങ്കിൽ ചിലപ്പോൾ സെലക്ട് ചെയ്യില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു. കമ്മിങ് ടു പ്രേം പാറ്റ, ലവ് കോക്രോച്ച്. നമ്മുടെ ആമിറിനെ എനിക്ക് നേരത്തെ അറിയാം. ആയേഷയുടെ ഒരു പാട്ട് യൂട്യൂബിൽ വന്നു, ഭയങ്കര രസമുള്ള പാട്ട്. പ്രഭുദേവ കമ്പോസ് ചെയ്യുന്നു, മഞ്ജു വാര്യർ മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു. റാസൽ ഖൈമയിൽ ഷൂട്ട് ചെയ്തു അല്ലേ? അപ്പോൾ ഹാരിസ് ദേശം പറഞ്ഞാൽ അവിടെ രാത്രികളിലൊക്കെ അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്താണ് ഈ പാട്ട് കണ്ടും കേട്ടും ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഹാരിസ് ദേശത്തിന്റെ കൂടെ ആമിറിനെ ഞാൻ പരിചയപ്പെടുന്നത്. ജാനകിയുടെ സെറ്റിൽ. കറക്റ്റ്. ആൻഡ് അമേസിംഗ് ഗായ്, വെരി സ്വീറ്റ് ഗായ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഞാൻ ഇഡിയും കണ്ടു. ഇഡി വേറൊരു ടൈപ്പ് ഓഫ് സിനിമ, സുരാജിന്റെ വേറൊരു പരിപാടിയും, ആ കഥ തന്നെ ഒരു വേറൊരു പരിപാടിയാണ്. അത് കാണണം കേട്ടോ. അത് നമ്മുടെ ഫാമിലിയിലൊക്കെ വേണമെങ്കിൽ നമുക്കത് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഉഗ്ര കഥയാണ്. അതെ. അതിനുശേഷം ലിജീഷുമായിട്ട് നമ്മുടെ ഈ കഥ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഓഫീസിൽ വരുന്നു. ലിജീഷ് നമ്മളെല്ലാവരും കണ്ടതുപോലെയും നമ്മളെല്ലാവരും സംസാരിച്ച പോലെയും മമത ഇപ്പം പറഞ്ഞ പോലെ എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസ് ആണ്. അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ നമ്മുടെ കണ്ണുകൾ മാറില്ല. ഇദ്ദേഹത്തിന്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ ഉടക്കി മൊത്തം കഥ കേട്ടു. അപ്പൊ തന്നെ പിന്നെ തീരുമാനം ഞാൻ ആമിറിന്റെ പടമായതുകൊണ്ട് ഓൾറെഡി ഞാൻ ഇന്നായിരുന്നു. ബിക്കോസ് 2 പടങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകളാണ്. പിന്നെ കഥ കേൾക്കുക, അതിനകത്തെ കഥാപാത്രം എന്താണെന്ന് അറിയുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവമേ എനിക്ക് സപ്പോർട്ടിംഗ് റോള് തരൂ. ഞാൻ ഈ ഇന്റർവ്യൂസിൽ കയറി പറയുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല ഇന്റർവ്യൂസ് ഒക്കെ. അപ്പൊ യൂട്യൂബിലെ ഇന്റർവ്യൂസ് ഇപ്പൊ കുറെ ഇങ്ങനെ വരുന്നത് കൊണ്ടേ ആൾക്കാരൊന്നും കാണുന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഒരു ലൈവൊക്കെ പോകാമെന്ന് വിചാരിച്ചു, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയില്. എനിക്ക് സപ്പോർട്ടിംഗ് റോള് കിട്ടുന്നില്ല. എല്ലാവരും എന്നെ നായകനാണ് ആക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു നായകനായിട്ടൊരു ബ്ലോക്ക് ബസ്റ്റർ കിട്ടിയിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പൊ അത് സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത് എന്നുവരെ ഈ വണ്ടി പോവും, ഈ വലിയ വണ്ടി? അപ്പൊ പാരലായിട്ട് നമ്മൾ ചെറിയ വണ്ടി സപ്പോർട്ടിങ് ആക്ടർ എന്നുള്ള സാധനം കൊണ്ടുപോകണ്ടേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഭഗവതിയോട് പ്രാർത്ഥിച്ചു, മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്കറിയാവുന്ന എല്ലാ മതത്തിലെയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എല്ലാ മതത്തിലെയും ദൈവങ്ങളോട് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കൊരു സപ്പോർട്ടിംഗ് റോള് ദൈവത്തെ ഓർത്ത് തരൂ. അങ്ങനെ ആമിർ ഒരു സപ്പോർട്ടിംഗ് റോളുമായിട്ട് വന്നു. ആകാശ് വെള്ളത്തുവൽ, അതാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. ഉഗ്രൻ കഥാപാത്രമാണ്. എന്തായാലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പൊളിക്കാൻ ചേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല പൊളിക്കുമല്ലെന്ന്, പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവിക്കാൻ പോണല്ലേ. അതെ അതെ. അപ്പൊ അങ്ങനെ ഇന്നിപ്പോ ഒരു മൊമെന്റോ കിട്ടി പ്രേം പാറ്റയുടെ. ഇതിനേക്കാളും വലിയൊരു മൊമെന്റോ ഈ പടം റിലീസായതിനു ശേഷം നമുക്ക് എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് പ്രേം പാറ്റയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഹീറോ ജോമോൻ ജ്യോതിർ ആൻഡ് ദ എൻറ്റയർ യങ്സ്റ്റേഴ്സ് ടീം. എനിക്ക് പലരും അറിയാം. ജുനേസ് ഐ കോൾഡ് യു ആഫ്റ്റർ പണി. അശ്വിനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി കുറച്ച് പേരൊക്കെ എനിക്ക് പുതുമുഖങ്ങളാണ്. ഇന്നസെന്റ് ഇസ് ദേർ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ ആമിറിന്റെ സെറ്റ്. ആൻഡ് പ്രൊഡക്ഷൻ കമ്പനിക്ക് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതിന് എല്ലാവിധ ഭാവങ്ങളും. ഒരുപാട് സിനിമകൾ ഇവര് ചെയ്യട്ടെ. മാജിക് ഫ്രെയിംസ് പോലത്തെ ഒരു വലിയ ഒരു സ്റ്റുഡിയോയായി മാറട്ടെ, ഒരു കമ്പനിയായി മാറട്ടെ. ആൻഡ് അതിൻ്റെ അകത്ത് ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ടിംഗ് റോളായിട്ടൊക്കെ എന്നെയൊക്കെ വിളിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു. പിന്നെ വേറൊരു കാര്യം, 1983 ശേഷം സഞ്ജു ശിവറാമുമായിട്ട് ഞാൻ അഭിനയിക്കാൻ പോകുന്ന പടമാണ്. സഞ്ജുവായിട്ട് ആകെ ഒരു പടം ചെയ്തിട്ടുള്ളത് 1983 ആയിരുന്നു. അതിനുശേഷം പിന്നെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മുടെ രാജേഷൊക്കെ നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്തു. പക്ഷെ അതേ ഉള്ളല്ലേ, അത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും പല ആൾക്കാരായിട്ട് ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്നു, 2ാമത്തെ പ്രാവശ്യം അഭിനയിക്കാൻ പോകുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. വലിയ സന്തോഷമുണ്ട്. എനിക്കൊരു അഭിമാന നിമിഷം കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുണ്ട്. എൻ്റെ ഏത് നോവൽ ഇറങ്ങിയാലും വായിച്ചിട്ട് ആദ്യം വിളിക്കുന്ന വലിയ മനുഷ്യനാണ്.
മലയാള സിനിമയിലെ വലിയ തിരക്കുകൾക്കിടയിലും ഇത്രയധികം വായന എങ്ങനെ കൊണ്ടു നടക്കുന്നത് എനിക്ക് വലിയ അത്ഭുതമുണ്ട്. വലിയ സന്തോഷം. എൻ്റെ ഒരു അഭിമാന നിമിഷമായി ഞാൻ കാണുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു വളരെ ധന്യമായ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ സാധിച്ചതിൻ്റെ അഭിമാനവും സന്തോഷവും എല്ലാം ഉണ്ട്. സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സിൻ്റെ ലോഞ്ചാണ് ഇന്ന്. അവരുടെ ആദ്യത്തെ പ്രോജക്റ്റാണ് പ്രേം പാറ്റ എന്ന് പറയുന്ന സിനിമ. ആമിർ ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ആദ്യം കഥ പറയാൻ വരുന്നു എൻ്റെ അടുത്ത്. ഇതിൻ്റെ കഥ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ഈ സിനിമയിൽ ഇത്രയും ഒരു വലിയ വേഷമാണ്, അതല്ലെങ്കിൽ ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കഥ കേട്ട് അത്രയും നല്ല കഥാപാത്രത്തെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്യാമ്പസ് പ്രണയം, ആ ക്യാമ്പസ് പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയിലൊക്കെ എനിക്കെന്തായിരിക്കും പങ്കെന്നൊക്കെ ഞാനും ആലോചിച്ചിരുന്നു. നിങ്ങളിപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷന് വേണ്ടി നമുക്ക് അയച്ച ക്ഷണക്കത്ത് വായിക്കുമ്പോൾ മുതൽ നമുക്ക് മനസ്സിലാവും ഇവരുടെ ഒരു വ്യത്യസ്തമായ ചിന്താഗതി എങ്ങനെയാണ്. സാധാരണ ക്ഷണക്കത്ത് പോലെയല്ല ആ ക്ഷണക്കത്ത് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിട്ടിരിക്കുന്നത് സ്റ്റുഡിയോ ഔട്ട്സൈഡേഴ്സ്, അതുപോലെ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് പ്രേം പാറ്റ. അതൊക്കെ അമീറിൻ്റെയും ലിജീഷിൻ്റെയും ഒരു വ്യത്യസ്തമായ ചിന്തകളാണ്. അതുപോലെ തന്നെയായിരിക്കും ഈ സിനിമയുടെ പ്രമേയവും. ഈ സിനിമയും നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കഥയുമായിട്ടാണ് അമീറും ലിജീഷും ഈ സിനിമയിലേക്ക് വരുന്നത്. അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ അമീറിൻ്റെ മുൻ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. 2 സിനിമകളും കണ്ട് അമീറിൻ്റെ ഒരു സംവിധാനം മികവും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുമ്പോൾ മറ്റു പലരും ഒരു സർക്കാസ്റ്റിക് ആയിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് അത് ആമിർ ഏറ്റെടുക്കുന്നത്. അത് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഒരു ബാധ്യത മാത്രം ഏറ്റെടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ വേണമെങ്കിൽ ആമിർ ഒരു സിനിമയുടെ സംവിധായകനാകാം. പക്ഷെ അതല്ല, ഇതിൻ്റെ നിർമ്മാണ ചുമതല കൂടി ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ ആ പറഞ്ഞ ബജറ്റിൽ തീർക്കാനും അത് പറഞ്ഞ ദിവസത്തിനുള്ളിൽ ആ സിനിമ തീർക്കാനും ഒക്കെ ഉള്ള ഒരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് ആമിർ ഏറ്റെടുക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇനി വരുന്ന സംവിധായകരും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. കാരണം ഒരു സംവിധായകൻ്റെ കയ്യിലാണ് ഈ സിനിമ. അപ്പോൾ അത് നിർമ്മാണ ചുമതല കൂടി അദ്ദേഹത്തിൻ്റെ ചുമലിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയുടെ കൂടുതലൊരു ഉത്തരവാദിത്വം ഉണ്ടാവും. ആ സിനിമ കൂടുതൽ നന്നാവാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. ലിജീഷ് വളരെ വ്യത്യസ്തമായ കഥയാണ്. ലിജീഷ് പിന്നീട് 1-2 മറ്റ് കഥകൾ കൂടി എൻ്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന, നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോട് കൂടിയ റൈറ്ററാണ് അദ്ദേഹം. സിനിമയിൽ ഒരു നല്ല തുടക്കമാണ്. നമ്മൾ അടുത്ത കൊല്ലം ഈ സമയത്ത് നമ്മളോട് നിൽക്കുമ്പോൾ ലിജീഷിൻ്റെ ഒരു അവസ്ഥ ഇതായിരിക്കില്ല. മറ്റൊരു ലെവലിലേക്ക് ലിജീഷ് തീർച്ചയായിട്ടും വളർന്നിട്ടുണ്ടാവും. വലിയൊരു എഴുത്തുകാരനായി മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. ഈ സിനിമയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇവിടെ എത്തിയ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ബെന്യാമിൻ പറഞ്ഞ പോലെ വളരെ ദീർഘകാലമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമാണ്. ഞാൻ ബെന്യാമിൻ്റെ ഏറ്റവും അവസാനം വായിച്ച നോവലാണ് ആടുജീവിതം. അതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം മഞ്ഞ വെയിൽ മരണങ്ങളാണ് ആദ്യം വായിക്കുന്നത്. പിന്നീട് മുല്ലപ്പൂ നിറമുള്ള പകലുകളും ഒരു അറേബ്യൻ നോവൽ ഫാക്ടറി ഒക്കെ വായിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ വളരെ ഒരു രീതിയിലാണ് ബെന്യാമിൻ എഴുതിയിട്ടുള്ളത്. ആടുജീവിതം വായിക്കാൻ വൈകിപ്പോയത് അത് ഇന്നും കിട്ടാനുണ്ടായിരുന്നില്ല. എവിടെ അന്വേഷിച്ചിട്ടും എനിക്ക് ആ പുസ്തകം കിട്ടിയിരുന്നില്ല. പിന്നെ എനിക്ക് ബെന്യാമിൻ തന്നെയാണ് ആ ഒരു പതിപ്പ് തന്നത്. പിന്നെ എനിക്ക് ബെന്യാമിൻ ആദ്യം എഴുതിയ അഭിഷേകൻ എന്ന നോവൽ തന്നു. അപ്പോൾ നിങ്ങളെപ്പോലെയൊക്കെ ഞാനും ബെന്യാമിൻ്റെ ഒരു വലിയ ആരാധകനാണ്. അദ്ദേഹത്തെ ഈ വേദിയിൽ ഒപ്പം നിർത്താൻ കഴിഞ്ഞതിൽ വളരെ വലിയ സന്തോഷം. പിന്നെ രഞ്ജനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. താങ്ക് യു. എന്തെങ്കിലും ഞങ്ങൾക്ക് ക്ലൂതാ ഈ സിനിമ എന്താ? അത് അമീറേട്ടൻ ഒരു അക്ഷരം പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു അക്ഷരം പോലും പറയാൻ പറ്റില്ല അല്ലേ? ഒരു ക്ലൂ, റൊമാൻസ്. പിന്നെ എവിടെയോ ഞാൻ വായിച്ചു NSS ക്യാമ്പ്. കറക്റ്റ് അല്ലേ? NSS ക്യാമ്പിലുള്ള കുറച്ച് ആൾക്കാർ. ഇവരൊക്കെയാണോ നിങ്ങൾ? അവിടെയാണ് പടം നടക്കുന്നത്. ഒന്ന് വന്ന് എന്തെങ്കിലും രഞ്ജനി, അത്രയൊക്കെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്രയുള്ളൂ. ആമർ എന്തെങ്കിലും പറ. ആമർ ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞതാ. ജോമോൻ ഇവിടെ നമ്മളിപ്പോ ഒരു സദസ്സിന് മുമ്പിൽ വന്നിട്ട് സംസാരിക്കുന്നതിന് ഒരു ചെറിയൊരു സഭാകമ്പമാണ്. അതൊരു കുറച്ച് സിനിമകളും കൂടെ കഴിയുമ്പോൾ അത് മാറും. അപ്പോൾ ഒരുപാട് സംസാരിക്കാൻ പറ്റും. എന്നാലും ഈ ഒരു അവസരത്തിൽ ഈ സിനിമയെ പറ്റി അല്ലെങ്കിൽ സിനിമയിൽ ഒരു അവസരം ലഭിച്ചതിനെ പറ്റി 2 വാക്ക് പറഞ്ഞേക്കാം. അപ്പൊ രഞ്ജനയുടെ വിഷമം മാറും. അല്ലേ, പ്രധാന കാരണം ഈ സിനിമയിലെ ക്യാരക്ടറും കഥയും ജോമോൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. അത് പറഞ്ഞത് മുതൽ അത് ഉൾക്കൊണ്ട് വെക്കുക. ഈ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ക്യാരക്ടർ. അന്ന് ആ കഥ പറഞ്ഞ അന്ന് മുതൽ ഇതുവരെ ജോമോൻ ഇങ്ങനെയാണ്. അതിങ്ങനെ തന്നെ സിനിമ കഴിയുന്നവരെ ഉണ്ടാവുന്നതാണ് നല്ലത്. എന്നാലും 2 വാക്കൊക്കെ പറയാം ഈ ഒരു ആരോഗ്യമൊക്കെ വെച്ച്.
ഇങ്ങനത്തെ ഒരു അവതാരകയെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നല്ല സന്തോഷമുണ്ടല്ലോ ഒരുപാട്. നമ്മളെ ഞാൻ മാത്രമല്ല, ഇതിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. കുറച്ചുകൂടെ കോൺഫിഡൻസ് വരുമോ? കൊച്ചേ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചതിലും. അതുപോലെ തന്നെ നമ്മുടെ അമീർക്കും ലിജീഷ് അങ്കിളിനോട് വലിയൊരു നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു സിനിമ ഇവിടെ ചെയ്യുന്നതിൽ. ഞാൻ ക്രൈസ്റ്റ് കോളേജിലാണ് പഠിക്കുന്നത്, 3rd ഇയർ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. അത്രേ ഉള്ളൂ എന്നെ പറ്റി പറയുന്നത്. അയ്യോ ഓക്കെ, താങ്ക് യു. ഇവരെ കുറിച്ച് ചെറിയൊരു ഓർമ്മ പറയാം. ഇന്നസെന്റേട്ടൻ എപ്പോഴും കൊച്ചുമക്കളുടെ കാര്യം ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഒരു ഇന്നസെന്റേട്ടൻ പറയാൻ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഈ വീട് മുഴുവൻ ഈ ക്രയോൺസ് വെച്ചിട്ട് ഇങ്ങനെ കുത്തി വരച്ച് അതിൻ്റെ മതിലുകളെല്ലാം ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടൊക്കെയാണ് ഫുള്ളായിട്ട്. അപ്പോൾ ഇന്നസെന്റേട്ടൻ അതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്നസെന്റേട്ടൻ പറഞ്ഞ് കുഴപ്പമില്ല, നമുക്ക് പെയിന്റ് ചെയ്യിക്കാം എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് പെയിന്റേഴ്സ് വന്നിട്ട് പെയിന്റ് ഒക്കെ ചെയ്തു. അപ്പോൾ അന്ന് പെയിന്റിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇന്നസെന്റേട്ടൻ നോക്കുമ്പോൾ ഇവനും മോളും അന്ന രണ്ടുപേരും കൂടി നിൽക്കുക. അപ്പൊ അന്ന ഇവനോട് പറയുന്നു, ഉണങ്ങിയിട്ടില്ല, നാളെ വരയ്ക്കാം. ഇവൻ എപ്പോ കണ്ടാലും എനിക്ക് ഓർമ്മ വരുന്നതാണ്, ഉണങ്ങിയിട്ടില്ല, നാളെ വരയ്ക്കാം എന്ന് പറഞ്ഞ് അവർ ഓർമ്മ. ഇന്നസെന്റേട്ടൻ ഒരുപാട് കാര്യങ്ങൾ പറയായിരുന്നു. ഇപ്പൊ ഈ വേദിയിൽ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്നസെന്റേട്ടനെ പറ്റി പറയുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ, പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിൽ അത്രയും അധികം ബന്ധമുള്ള ആളുകളാണ്. അദ്ദേഹം എവിടെ ഇരുന്നെങ്കിലും ഇത് കാണുന്നുണ്ടാവും. ഇനി അദ്ദേഹത്തിന്റെ ഒരു ഗ്യാപ്പ് നിലനിർത്താൻ അവനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പേര് സൽമാൻ ഫായിസ്. ഞാൻ ഓൾറെഡി സിദ്ദീഖ് സാറിനോട് രാജേഷ് മാധവൻ സാറിനോടൊക്കെ ചെറിയ പരസ്യം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി NSS ക്യാമ്പ് കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താങ്ക് യു. എൻ്റെ പേര് സൽമാൻ ഫായിസ്. ഞാൻ ഓൾറെഡി സിദ്ദീഖ് സാറിനോട് രാജേഷ് മാധവൻ സാറിനോടൊക്കെ ചെറിയ പരസ്യം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ മലയാള സിനിമയാണ്. പിന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി NSS ക്യാമ്പ് കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. താങ്ക് യു. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വലിയൊരു വേദി വന്നിരിക്കുന്നത്, അതിൻ്റെതായിട്ടൊരു പേടിയുണ്ട് എനിക്ക്. പറയണമെന്ന് അറിഞ്ഞൂടാ. ഞാനാണ് ആദ്യമായിട്ട് കുറെ ഡയറക്ടർമാർക്ക് മെസ്സേജ് ഒക്കെ അയക്കും. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് രാത്രി ഒരു 2 മണി ആയപ്പോഴത്തേനും അമീർ സാറിന് ഇങ്ങനെ മെസ്സേജ് അയച്ച്. അപ്പം പിറ്റേ ദിവസം ആയപ്പോഴത്തേനും സാറ് റിപ്ലൈ തന്നു. അങ്ങനെ ഇച്ചിരി നാൾ കഴിഞ്ഞപ്പോഴാണ് സാറ് എന്നെ പ്രൊഡക്ഷനിൽ നിന്ന് വിളിച്ച്. അപ്പം ഭയങ്കര സന്തോഷമായി. എനിക്ക് വേറൊരു പടം പോയ സമയത്തായിരുന്നു ഈ പടത്തിൽ നിന്നുള്ളൊരു കോൾ വന്ന്. അപ്പൊ ഇച്ചിരി കൂടി എനിക്ക് സന്തോഷമായി. ഈ എല്ലാ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ എൻ്റെ കൂട്ടുകാരെ ബാക്കിൽ നിൽപ്പുണ്ട്. അവർ കാരണമാണ് ഞാൻ ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ കാരണം. ബാക്കില് അജു ബോങ്കോ, ഹരിഹരൻ, ആകാശ്, അഭി, പിന്നെ എൻ്റെ അനിയൻ കണ്ണൂസ്, അവൻ വരാൻ സാധിച്ചില്ല. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഈ ഒരു സ്പേസിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ എന്നെ അർഹനാക്കിയ അമർക്കും ലിജീഷേട്ടനും വലിയൊരു നന്ദി പറയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വെറുപ്പിച്ച് ചോദിച്ചു വാങ്ങിച്ചതാണ് ഈ സിനിമയിൽ വേഷം. ഞാൻ അമർക്ക എനിക്ക് ആയിഷ സമയം തൊട്ട് അല്ലെങ്കിൽ ED സമയം തൊട്ട് അറിയാം. അമർക്കയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഒരു ദിവസം എന്നെ ഇങ്ങോട്ടേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആമിറാണെന്ന് പറഞ്ഞു വിളിച്ചു. ഞാൻ ആരാടാന്ന് ചോദിച്ചിട്ടാണ് ആദ്യം തന്നെ റിയാക്ട് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷം അമർക്ക ഇങ്ങനെ ഒരു സ്പേസിൽ ഇങ്ങനെ ഭയങ്കര ഫാനാണ്. ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. സാറിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു മൊമെൻറ്റോ വാങ്ങാനും ഇങ്ങനൊരു ഇത്രയും ആളുകളുടെ മുന്നിൽ നിൽക്കാനും പറ്റിയതിൽ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നു. ഈ സിനിമയുടെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്.